കട്ടിപ്പാറ മണ്ണാത്തിയേറ്റുകുന്നിൽ മലവെള്ളപ്പാച്ചിലിലും പാറയിടിഞ്ഞും അപകടം. 17 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കട്ടിപ്പാറയിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നു. സാനിയോ, 17 കുടുംബങ്ങളാണോ അവിടെയുള്ളത്? ഇനിയും കുടുംബങ്ങൾ ഉണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? റോഷ്നി, നമ്മളിപ്പോൾ ഉള്ളത് കട്ടിപ്പാറ മണ്ണാത്തിയേറ്റുകുന്ന് മലയിലാണ്. ആ മണ്ണിടിഞ്ഞ ഭാഗം അല്ലെങ്കിൽ പാറ ഇടിഞ്ഞ ഭാഗം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുക അസാധ്യമാണ്. കാരണം കനത്ത കോടയാണ്. ഈ വലിയ മല മുഴുവനായി മണ്ണാത്തിയേറ്റുകുന്ന് മല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ പാറ കഷ്ണമാണ് നേരത്തെ അടർന്നു വീണത്. വലിയ ശബ്ദത്തോടെയാണ് പക്ഷേ ആ പാറ കഷ്ണം താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ്. മാത്രവുമല്ല, പിന്നീട് ആ പാറ കഷ്ണം അടർന്നു വീണ സ്ഥലത്ത് നിന്നും വലിയ തോതിൽ വെള്ളവും താഴെ തോട്ടിലൂടെ കുതിച്ചൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ 17 വീടുകളാണ് ഇതിന് താഴ്വാരത്ത് പ്രധാനമായും ഉള്ളത്. ആ 17 വീടുകളിലെയും ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തഹസിൽദാരും മറ്റും യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ വീടുകളാണ് ഇപ്പോൾ, അവരെ അടക്കമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പം ഈ നാട്ടുകാരൊക്കെയും ചേരുന്നുണ്ട്. നാട്ടുകാരോട് നമുക്ക് ഇത് എപ്പോഴായിട്ടാണ് ഉണ്ടായ ഈ സംഭവം? എപ്പോഴാണ് ഉണ്ടായേ? രാവിലെ 10 വലിയ വെള്ളം വന്നു. വലിയ വെള്ളപ്പൊക്കമായിട്ടൊന്നും അല്ല, മലവെള്ളം കുറച്ച് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പൊ എത്ര വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? എത്ര വീട്ടുകാരെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട് അല്ലേ? ഒരുവിധം ഭീഷണിയുള്ള ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുള്ള സാഹചര്യം, ഉദ്യോഗസ്ഥരാരെങ്കിലും വന്നു നോക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്നു, തഹസിൽദാർ വന്നു, അങ്ങനെ കുറേ ആൾക്കാർ, പഞ്ചായത്തിൻ്റെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട് അതിൻ്റെ ചോട്ടിൽ തന്നെയാണ്. ഇവിടെ ആ ഭീഷണിയുള്ള സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതാണ് രോഷ്നി. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇങ്ങോട്ട് വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേരുകയാണ്. തഹസിൽദാറും ദുരന്ത നിവാരണ അതോറിറ്റി നേതൃത്വവുമാണ് യോഗം ചേരുന്നത്. നമുക്കൊപ്പം കൂടുതൽ നാട്ടുകാർ ഉണ്ട്. അതായത് ഇവിടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? ഭീഷണി എന്ന് പറയുകയാണെങ്കിൽ ക്യാമറ എടുക്കല്ലേ ദയവിട്ട്. ഭീഷണി എന്ന് പറയുകയാണെങ്കിൽ ഇനി മഴ ശക്തമാകുകയാണെങ്കിൽ കൂടുതൽ കല്ലുകൾ താഴത്തേക്ക് വരാനുള്ള സാധ്യത നേരിയ തോതിലെങ്കിലും ഉണ്ട്. ആളുകളൊക്കെ മാറ്റി താമസിപ്പിച്ച് എല്ലാവരും മാറ്റി താമസിക്കുന്നുണ്ട്. അധികൃതരൊക്കെ വന്നു അല്ലേ? വന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് പഞ്ചായത്ത് പ്രസിഡന്റ് വീട് തൊട്ട് താഴത്താണ്. ഏതായാലും നമുക്ക് ആ ഭീഷണിയുള്ള വീടുകളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം നാട്ടുകാരും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് ആളുകൾക്ക് നല്ല ഒരു പേടിയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവരെയൊക്കെ മാറ്റി താമസിപ്പിച്ച ഇടങ്ങളിലേക്ക് അല്പസമയത്തിനകം നമുക്ക് പോകാനാകും. ഏതായാലും മണ്ണാത്തിയേറ്റുകുന്ന് മലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രോഷ്നി. ഓക്കെ, സാനിയോ മനോമിയാണ് ആ പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിപ്പോൾ എന്തായാലും ആ പ്രദേശത്ത് നിന്ന് 17 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുകയാണ്.